ഒഫീഷ്യലി നമുക്ക് ഓണം എക്സാമിനേഷൻ ഇല്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ സ്കൂളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒഫീഷ്യൽ ഓണം എക്സാമിനേഷൻ ഇല്ല എങ്കിൽ പോലും സ്കൂൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടേം എക്സാമിനേഷൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മുടെ സുവോളജിയിൽ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് സ്കൂൾ പഠിപ്പിച്ച് തീർത്തിട്ടുണ്ടാകുക അല്ലേ? ലിവിംഗ് വേൾഡ്, അനിമൽ കിങ്ഡം ആൻഡ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ആ ലാസ്റ്റ് ചാപ്റ്റർ ഫ്രോഗ് ഒക്കെ വരുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയോ? അതുകൂടി ഒന്ന് കമന്റ് ചെയ്തിരിക്കണം കേട്ടോ. യെസ്, അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ട് എങ്കിൽ എങ്ങനെ നമുക്ക് ഇനി ഒരു 2 ആഴ്ച സമയം കൊണ്ട് ഇത് പഠിച്ചു തീർക്കാനായിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ലിവിംഗ് വേൾഡ് നിങ്ങൾ കേട്ട് അല്ലെങ്കിൽ സ്കൂളിലായാലും നമ്മുടെ അഗ്നി ബാച്ചിലും ഒക്കെ നിങ്ങൾ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞു, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുക അനിമൽ കിങ്ഡവും അതുപോലെ ഫ്രോഗുമായിരിക്കും അല്ലേ? അപ്പോൾ ഈ ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആദ്യം വെയിറ്റേജ് കൊടുക്കേണ്ടത്. അതിൽ ഓഫ് കോഴ്സ് അനിമൽ കിങ്ഡം തന്നെയാണ് പഠിച്ചു തീർക്കാൻ ഒരുപാടുള്ളത്. മക്കളെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു അനിമൽ കിങ്ഡം ചാപ്റ്ററിനെ 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഒരു 3 ഫൈലം, അടുത്തൊരു 3 ഫൈലം, അടുത്തൊരു 3 ഫൈലം, അവസാനം കോഡേറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആയിട്ട് അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ 4 ഫൈലംസ് വരെ കൊണ്ടുപോകാം കേട്ടോ, നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 4 ദിവസം കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഡിഫിക്കൽട്ട് വരാൻ സാധ്യത എക്സാമ്പിൾസ് ആയിരിക്കും. മക്കളെ, 1 or 2 എക്സാമ്പിൾസ് വീതം ആദ്യം പഠിച്ചു പോവുക. എല്ലാ എക്സാമ്പിൾസും ഒരുമിച്ച് പഠിക്കാൻ നിൽക്കുമ്പോഴാണ് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്ന പോലെ ആദ്യം 2 എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു പോവുക. അവസാനം നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഓഫ് കോഴ്സ് നമ്മുടെ 10 days ചലഞ്ച് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ കിഡിലായിട്ട് പറഞ്ഞുതരാം. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അതുപോലെ ഇതിന് ശേഷം നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു തീർന്നതിന് ശേഷം റിവൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഈ പേരുകളെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും തിരിച്ച് കയറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ സൺഡേസ് അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ PYQ, ഇതിൽ നിന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോക്കി അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ സിമ്പിൾ അല്ലേ, ടേം എക്സാമും നിങ്ങൾ അങ്ങ് അടിപൊളിയായിട്ട് എഴുതിക്കോളും. ഓക്കെ, അപ്പോൾ 10 days ചലഞ്ചിൽ കൂടി പങ്കെടുക്കൂ. അടിപൊളിയായിട്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന രീതിയിൽ തന്നെ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് 10 days ചലഞ്ചിൽ കാണാം.